ഓക്കെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു JVCയുടെ 32 ഇഞ്ച് TV ആണ്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സ്ക്രീനിൽ എന്താ പ്രോബ്ലം വരുന്നതെന്ന്. ഒരു സെക്കൻഡ് നേരത്തേക്കൊന്ന് ഓണായിട്ട് ऑफ പോകും. भाई लोग ये 32 इंच का JVC का TV है. स्क्रीन में एक सेकंड के लिए फ्लैश करके निकल जाता है. ओके, स्टैंड बाई लाइट इज वर्किंग. जस्ट 1 second, I am try to start the TV. Okay, now green. See here. See, just JVC writing. Here is right 1 second and flashing and going. ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് ഫ്ലാഷ് ചെയ്തിട്ട് പോകും. ഓക്കെ, വൺ മോർ. നൗ ഐ എം ട്രൈ ടു സ്റ്റാർട്ട്. സി ഹിയർ. ഓക്കെ, ജസ്റ്റ് ഫ്ലാഷിങ് JVC ആൻഡ് ഗോയിങ്. ഓക്കെ, ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് ഫ്ലാഷ് ചെയ്തിട്ട് JVC എന്നുള്ളത് ഫ്ലാഷ് ചെയ്ത് അങ്ങ് പോത്തേ ഉള്ളൂ. ഇത് നമ്മൾ വിചാരിക്കും ബാക്ക് ലൈറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന്. ബാക്ക് ലൈറ്റ് കംപ്ലയിൻ്റ് അല്ലിത്. ഓക്കെ, ഇപ്പോൾ കൺഫേം നമുക്ക് നോക്കാം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത്. भाई लोग ये देख लिया. अभी मैं इसको चेक करने का एक अच्छा मेथड है हमारे पास. चेक करेगा, देखेगा क्या क्या खराबी है. ओके, रिमूव योर बैक लाइट. सी दिस वन बैक लाइट केबल here. Okay, already I am removed. See here. Okay, I am removing backlight cable. Now I am connecting here. This one my cable tester. ഇതെൻ്റെ കേബിൾ ടെസ്റ്ററാണ്. ഇത് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ബാക്ക്ലൈറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. കണ്ടോ, നോ സിഗ്നൽ. അപ്പോൾ ബാക്ക്ലൈറ്റ് ഓക്കെ. സി മീൻസ് ബാക്ക്ലൈറ്റ് ഈസ് ഓക്കെ. ഇതിൻ്റെ ബാക്ക്ലൈറ്റ് ഓക്കെയാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. उണ്ടോ भाई लोग, ये बैकलाइट एकदम बराबर है, कोई खराबी नहीं है. मदरबोर्ड का प्रॉब्लम है. देखा, मदरबोर्ड का प्रॉब्लम है. ഉണ്ടോ JVC, ये മദർബോർഡ് का प्रॉब्लम. ഇത് മദർബോർഡ് പ്രോബ്ലം ആണ്. ഇത് നന്നാക്കാം. ഇപ്പോൾ ഇങ്ങനെ ഫാൾട്ട് കൺഫേം ചെയ്തതിന് ശേഷമേ TV അഴിക്കാവൂ. ഇതിപ്പോൾ ഉള്ള കോമൺ പ്രോബ്ലമാണ് ഇപ്പോഴത്തെ എല്ലാ TVകളുടെയും. ओके, कि पहले आप फॉल्ट को कंफर्म करो, TV खोलो. ऐसा नहीं है डायरेक्ट TV खोल के सब बैठ जाए. Okay, first you confirm the fault, after you start the job. Okay, okay, now I am removing, I am disconnecting this one. Okay, now I am here. After I am going the motherboard. Okay, select multimeter 200 volt DC. Okay, this one 12 volt working voltage. I see all working voltage, means working perfectly. Only backlight going standby. Okay, correct വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക്ലൈറ്റ് മാത്രമേ സ്റ്റാൻഡ് ബൈയിൽ പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ 12 വോൾട്ടും അതിനോട് ബന്ധപ്പെട്ട് വോൾട്ടേജ് നോക്കേണ്ട ആവശ്യമില്ല. भाई लोग, ये बराबर काम कर रहे हैं. खाली बैकलाइट एक फ्लैश मार के बंद हो जाता है. अगर आप बाहर से अगर ये बैकलाइट टेस्टर देगा तो चलता भी है. നിങ്ങൾ പുറത്തുനിന്ന് ഇത് ബാക്ക്ലൈറ്റിൻ്റെ ടെസ്റ്റർ കൊടുത്തോണ്ടേ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൺഫേം ചെയ്തു ബാക്ക്ലൈറ്റ് ഓക്കെയാണ്, മദർ ബോർഡിൻ്റെ പ്രോബ്ലം ആണെന്നുള്ളത് മനസ്സിലാക്കി. ഇപ്പോൾ ബാക്ക്ലൈറ്റിൻ്റെ വോൾട്ടേജ് 10, ഇത് 12. വർക്കിംഗ് വോൾട്ടേജ് 12 വോൾട്ട് കറക്റ്റ് ഉണ്ട്. ബാക്ക് ലൈറ്റിൻ്റെ വോൾട്ടേജ് 10 വരുന്നുള്ളൂ.
ഉണ്ടോ? ഇവിടെ 10 വോൾട്ടേ വരുന്നുള്ളൂ. ഇത് ഞാൻ സ്റ്റാൻഡ് ബൈ നിന്ന് റിലീസ് ചെയ്ത് നോക്കട്ടെ. സ്റ്റാൻഡ് ബൈ നിന്ന് റിലീസ് ചെയ്തപ്പോൾ 14 വോൾട്ട് വന്നു, 16 വന്നു, 16 വോൾട്ടേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഫിസിക്കലി നമ്മളിതൊന്ന് നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു കപ്പാസിറ്റർ ഡാമേജ് ആയിട്ട് കാണുന്നുണ്ട്. ഇത് ബാക്ക് ലൈറ്റിൻ്റെ ഫിൽറ്റർ ആവാനുള്ള സാധ്യതയുണ്ട്. എത്ര വോൾട്ട് എഴുതിയേക്കുന്നത്? 35 വോൾട്ട്. ഇത് 100 വോൾട്ട്. അപ്പോൾ ഇത് 35 വോൾട്ട് ആണെങ്കിൽ അതിൻ്റെ പ്രൈമറി വോൾട്ടേജ് ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെ പോലെ 24 വോൾട്ട് ഇവിടെ വരണം, 24 വോൾട്ട് ഇവിടെ വരണം. പക്ഷേ 16 ഉള്ളൂ. ബൈലോ ഹിയർ നീഡ് 24 വോൾട്ട്, ഹിയർ ഓൺലി കമ്മിങ് 16 വോൾട്ട് അറൗണ്ട് ലൈക്ക് ഐ തിങ്കിങ് maybe 24. Capacitor coming 35 volt means at least here 20 volt 24 volt sure coming. Okay, ये 35 वोल्ट का कैपेसिटर है, वो पक्का है. 35 वोल्ट का कैपेसिटर यूज़ करें तो इधर 24 वोल्ट आने का चांसेस है. अभी ये रिप्लेस करके देखेगा. बाद में इधर भी एक डैमेज दिखता है, ये भी. ओके, ये भी रिप्लेस करके देखेगा क्या होने वाला है. ये कितना वोल्ट का फिल्टर है देखते हैं, 1 मिनट. हमको लगता है ये 5 वोल्ट का फिल्टर है. ये भी बदली करने के अभी ये रिपेयर करेगा. ओके, पीसीबी नंबर see, I am replacing this capacitor and here also one capacitor. This one also I am replacing 2 capacitor. Okay, regulator IC, one regulator IC, another regulator IC. ഇങ്ങനെയുള്ള പണികൾ ചെയ്യുമ്പോൾ അതിൻ്റെ പവർ ഊരി മാറ്റാൻ മറക്കരുത്. ഇല്ലെങ്കിൽ പവർ ഊരി മാറ്റിയില്ലെങ്കിൽ बैलो ऐसा ऐसा काम करने के टाइम इसका पावर बंद करना. क्यों नहीं, गलती से ऐसे करेगा ये 5 वोल्ट का फ़िल्टर वगैरह निकालने से ऐसी उसी टाइम फायर हो सकता है. ओके, उसके वजह से पक्का आप लोग को ध्यान से काम करना है. നിങ്ങൾ ഇങ്ങനെയുള്ള പണികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എന്താ അറിയാം, ഈ 5 വോൾട്ടിൻ്റെ റെഗുലേറ്ററൊക്കെ ഊരി മാറ്റുന്നുണ്ടേ പവറും എല്ലാം ഓൺ ആണെങ്കിൽ എൻ്റെ നിന്ന് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പവർ ഓണായിരുന്നു, ശ്രദ്ധിച്ചില്ല. 470 10 വോൾട്ട്. സി ഓക്കെ, 10 വോൾട്ട് 470 MFD, 10 വോൾട്ട് 470. ഓക്കെ ഓക്കെ 16 volt 470. Okay, now replacing here. ओके, അങ്ങനെ നമ്മൾ ഈ 2 कैपेसिटर चेंज ചെയ്തു. भाई लोग ये 2 कैपेसिटर हमने चेंज किया. ये 5 वोल्ट का है और ये बैक लाइट का, ये फिल्टर का है. अभी इधर कितना वोल्ट आएगा अभी मैं चेक करेगा. पहले 15-16 वोल्ट आता था, अभी चेक करेगा इधर कितना वोल्ट आता है. मल्टीमीटर सेलेक्ट 200 वोल्ट. स्टैंड बाय लाइट ओके. 18 वोल्ट I am releasing standby. Okay, already I released standby. 19 volt. Backlight voltage 52. Okay, backlight voltage 52 volt. Perfect. See, backlight now working. Okay, backlight is working. അങ്ങനെ നമ്മുടെ ബാക്ക് ലൈറ്റ് എല്ലാം വർക്കായിട്ടുണ്ട്. ബാക്ക് ലൈറ്റിൻ്റെ വോൾട്ടേജ് 52 ഉണ്ട്.
Okay, backlight voltage here 16 volt. 16 using backlight filter. Backlight ന്റെ വോൾട്ടേജിൻ്റെ ഫിൽറ്റർ ആണിത്. भाई लोग ये बैकलाइट वोल्टेज का फिल्टर यही है. ഓക്കെ ഓക്കെ അങ്ങനെ നമ്മുടെ ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ ബോർഡിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഓക്കെ അങ്ങനെ നമ്മുടെ ടി വി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടി വി എല്ലാം റെഡിയായി. भाई लोग अपना टीवी सब रेडी हो गया है. अभी देखो पहले JVC नाम जस्ट ആക്കി ചല जाता നേരത്തെ JVC എന്നുള്ള പേരൊന്നും വന്നിട്ട് പോകത്തേ ഉള്ളായിരുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ടി വി റെഡി ആയിട്ടുണ്ട് പ്രോപ്പറായിട്ട്. ഓക്കെ നൗ ടി വി ഈസ് റെഡി. ഓക്കെ ഓക്കെ അങ്ങനെ നമ്മുടെ JVCയുടെ ടി വി എല്ലാം നല്ല വൃത്തിയായിട്ട് റെഡി ആയിട്ടുണ്ട്. भाई लोग अभी टीवी एकदम बराबर रेडी हो गया. इधर थोड़ा केबल का प्रॉब्लम है. टीवी is ready now. Okay. Thank you for watching. Thank you for watching. Thank you. കേബിൾ വളരെ മോശമാണ്. ഓക്കെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.